ഇത് രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന ആക്രമണമാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് ഇറാന്റെ അമേരിക്കയുടെയും ഭാഗത്തുനിന്നുള്ള ആക്രമണം ഒന്ന് നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അമേരിക്ക പറയുന്നത് ഇറാന് ഒന്ന് കാര്യങ്ങൾ ഒരു സമന്വയത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു സമയം കൊടുത്തിരിക്കുന്നതാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ മറ്റ് പുറമെയുള്ള കുറച്ച് വാർത്തകളൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരു യുദ്ധത്തിന് പോകരുത് എന്ന് മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ടെന്നാണ്. സ്വാഭാവികമായിട്ടും അമേരിക്ക അതിനെ തള്ളിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, ലോകത്തിൽ എവിടെ വേണമെങ്കിലും ആക്രമിക്കാൻ അത്രയുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, ആണവ പ്രശ്നങ്ങളിലാണ് ഇത് തുടങ്ങുന്നത്. ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇപ്പം അതൊന്നുമല്ല, ഹോർമൂസിലെത്തി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഹോർമൂസ് കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോർമൂസിൽ ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടല്ലേ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു യുദ്ധവിരാമം അല്ലെങ്കിൽ ഇറാന് ഒരു സമയം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഒരു കൂൾ ഓഫ് ടൈം ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ആ ഒരു ടൈം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഈ ഹോർമൂസ് കൈവിട്ട് പോകുന്നു എന്ന അമേരിക്കയുടെ വ്യക്തമായ ഒരു തിരിച്ചറിവല്ലേ? ഹോർമൂസ് കൈവിട്ട് പോകുമെന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ട്രംപിന് മാത്രമാണ് ഹോർമൂസ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ യുദ്ധം ചെയ്യുന്ന സൈനികർക്കായാലും അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കായാലും അവിടുത്തെ പ്രതിപക്ഷത്തിലായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, വിദേശകാര്യ വിദഗ്ധനും മാധ്യമപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് കടലെടുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ ഇവിടെ ഹോർമൂസ് കടലെടുക്കിനേക്കാൾ കൂടുതൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, റഷ്യയുടെയും ചൈനയുടെയും ഒരു സാന്നിധ്യം ഈ യുദ്ധത്തിൽ പലയിടത്തും ട്രംപ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഇന്റലിജൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഇറാന് ഇത്രയധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്തും കൃത്യതയോടുകൂടി ഇങ്ങനെ മിസൈലുകൾ അയക്കാൻ കഴിയുന്നത്. രണ്ട്, ജോർദാനിലെ അമേരിക്കയുടെ പടവിമാനങ്ങൾ, പോർവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന രഹസ്യ കേന്ദ്രങ്ങളിലേക്കാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. ഏതാണ്ട് 11ഓളം വിമാനങ്ങൾ തകർത്തു എന്നാണ് ഇറാൻ പറയുന്നത്. അതിൽ തന്നെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന പടുകൂറ്റൻ റീഫ്യൂവലിംഗ് വിമാനങ്ങളടക്കം തകർക്കപ്പെട്ടതിലുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല 20 സൈനികർ, ഒരിക്കലും അമേരിക്കയ്ക്ക് യുദ്ധരംഗങ്ങളിൽ അവരുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടാറില്ല. അവർ സ്വാഭാവികമായും വ്യോമാക്രമണമാണ് നടത്തുന്നത്. അതുമാത്രമല്ല, അവരുടെ വിമാനങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടാലും അവരുടെ ഈ പറയുന്ന പൈലറ്റുമാരൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഒരു സൈനികൻ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അതൊരു വലിയ തിരിച്ചടിയാണ്. അപ്പൊ 20ഓളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ട്രംപ് ഞങ്ങളുടെ കൊല്ലപ്പെട്ട സൈനികരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു മഹായുദ്ധം, അതായത് ഇറാനിലേക്ക് വലിയ ആക്രമണം, ഒരിക്കലും കാണാത്ത ആക്രമണം വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിന്റെ 2ന്റെ അന്ന് യുദ്ധം നിർത്തിവെക്കുകയും ചെയ്തു. അപ്പൊ ഇതില് ഇറാൻ നൽകുന്ന പ്രഹരം അതിഭയാനകമാണ്. ഹോർമുസ് കൈവിട്ടു പോകുന്ന സാഹചര്യവും ഒരു ഘടകമാണ്. അപ്പൊ ഇതില് ഇപ്പം പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയ്ക്ക് ആയുധങ്ങളില്ല എന്നുള്ളതല്ല. അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ശേഷിയുണ്ട്, അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, പക്ഷേ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളില്ല. അതിലാണ് വലിയ കുറവ് വരുന്നത്. അതായത് അമേരിക്കയുടെ മിസൈലുകൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ, പാട്രിയോട്ട് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിസൈലുകൾ, ഏതാണ്ട് 1200-ലധികം മിസൈലുകൾ ഈ ഒരു ചെറിയ യുദ്ധത്തിൽ അവർ ചെലവഴിച്ചു. അതായത് സൗദി, ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ഇത്രയും ഭീമമായ ഒരു സംഖ്യ, 1200-ലധികം വരുന്ന, അത് ഒരു സംവിധാനം എന്ന് പറയുന്നതിനകത്ത് 3-4 മിസൈലുകൾ ഉണ്ടാവും. ഈ പാട്രിയോട്ട് സംവിധാനം, ആന്റി മിസൈൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു സംഖ്യ മിസൈലുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പ്രതിരോധ മിസൈലുകളാണ്, സാധാരണ മറ്റൊരു രാജ്യത്തേക്ക് ഉപയോഗിക്കുന്ന മിസൈലുകളല്ല, വരുന്ന മിസൈലുകളെ തകർത്ത് കളയുന്ന മിസൈലുകളാണ്. അപ്പോൾ അത്രയും മിസൈലുകൾ തകർന്നു, പ്രതിരോധ മിസൈലുകൾ ഇല്ലാതായി എന്ന് പറയുമ്പോൾ അത്രയും രൂക്ഷമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഓരോ തവണ ട്രംപ് പറയുന്നു 80%, 85%, 90% ഒക്കെ ഇറാന്റെ ആയുധശേഷി ഞങ്ങൾ തകർത്തു എന്ന് ട്രംപ് പറയുമ്പോഴാണ് ഇതുപോലുള്ള പ്രത്യാക്രമണം വരുന്നത്. അപ്പോൾ അവിടെ അമേരിക്കയുടെ കാൽക്കുലേഷൻ പിഴച്ചു. എന്താണ് ഇറാന്റെ യഥാർത്ഥത്തിലുള്ള ആയുധശേഷി എന്ന് കണ്ടെത്തുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇറാനെ ഇനിയും അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത് വീണ്ടും വലിയ തിരിച്ചടികൾക്ക് കാരണമാകും എന്നും അത് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുമെന്നും അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുവൈറ്റിലും ബഹ്റൈനിലും സൗദിയിലും ഒക്കെ ഇറാൻ നിരന്തരമായി ആക്രമിക്കുകയാണെന്ന് വയ്ക്കുക. ഈ രാജ്യങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ പ്രതിരോധ ഉത്തരവാദിത്വവും അമേരിക്കയ്ക്കാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവിടെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ആ രാജ്യങ്ങൾ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ പാട്രിയോട്ട് മിസൈൽ സംവിധാനം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം തീരുന്നൊരവസ്ഥ വന്നാൽ, അതിൻ്റെ കപ്പാസിറ്റി കുറയുന്നൊരു സാഹചര്യം വന്നാൽ, ഇറാൻ നമുക്കറിയാം ഒരു മിസൈൽ 2 മിസൈലായിട്ടല്ല അയക്കുക, മഴ പോലെ മിസൈലുകൾ അയക്കുന്ന ഒരു സംവിധാനമാണ് ഇറാൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും മിസൈലുകൾ ഇറാൻ അയക്കുന്നു, ഇനിയും അതിൻ്റെ എണ്ണം കൂട്ടിയാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധം എന്നുള്ളത് നടക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ സുരക്ഷ, അമേരിക്ക ഞങ്ങൾക്ക് സുരക്ഷ നൽകും എന്ന കാര്യം അത് ജലരേഖയായി മാറും. അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥ വരും, ട്രംപിന്റെ മുഖം നഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, അമേരിക്കയ്ക്ക് സമയം വേണം, ആയുധങ്ങൾ സംഭരിക്കാനുള്ള സമയം വേണം. 2, തിരിച്ച് ഈ പറയുന്ന ആക്രമണങ്ങൾ ഇനിയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടരാതിരിക്കാൻ, ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഷീൽഡ് ഒരുക്കാനായിട്ട് ഇപ്പോൾ യുദ്ധം നടന്നുകൂടാ. ഈ 2 സാഹചര്യങ്ങളാണ് അതിലുള്ളത്. അതുപോലെ തന്നെ മറുവശത്ത് ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഹോർമൂസിൽ ഒരു നിർണായകമായ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനും ഒമാനും തമ്മിലാണ് യോഗം നടക്കുന്നത്. അതിനുശേഷം ഖത്തറും കുവൈറ്റും സൗദിയും ബഹ്റൈനും ഒക്കെ അടങ്ങുന്ന ഒരു രാജ്യങ്ങൾ അതിൻ്റെ ഭാഗമാകും. അതായത് ഹോർമൂസ് കണക്ട് ചെയ്ത് കിടക്കുന്ന 8 രാജ്യങ്ങൾ, ഇറാഖും ഇറാനും GCC രാജ്യങ്ങളല്ല, പിന്നെ ഒരു 6 രാജ്യങ്ങളുണ്ട്. ഈ 6 രാജ്യങ്ങളും UAE ഉൾപ്പെടെ. അപ്പോൾ ഈ 6ഉം 2ഉം 8 രാജ്യങ്ങൾ ചേർന്ന് ഹോർമൂസിലെ കപ്പലുകളെ നിയന്ത്രിക്കുക. ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കൺസോർഷ്യം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് ഈ കമ്മിറ്റിയുടെ കൂടിയാലോചന അനുസരിച്ച് ഹോർമൂസിലെ കപ്പലുകളെ നിയന്ത്രിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനായിരിക്കും അതിൽ ഏറ്റവും പ്രാതിനിധ്യം കിട്ടുക. കാരണം ഇറാനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അപ്പോൾ ഇറാന്റെ തീരത്തു കൂടിയാണ് മോസ്റ്റ് ഓഫ് ദ ഷിപ്സും പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അവിടെ ഒരു പരിഗണന കിട്ടുകയാണ്. എന്നാൽ ഇറാൻ ഒറ്റയ്ക്കല്ല നിയന്ത്രിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഒറ്റയ്ക്ക് ഹോർമൂസ് പിടിച്ചെടുക്കുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടുകയും ചെയ്യും. എന്നാൽ അവിടുത്തെ കാര്യങ്ങളിൽ മൊത്തത്തിൽ ഒരു നിയന്ത്രണം വരികയും ചെയ്യും. ഇറാൻ പറയുന്നത് പോലെ അമേരിക്ക അവിടുന്ന് അടിച്ച് പുറത്താക്കാനും കഴിയും. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രംപ് ചെയ്യുന്നത്, ഹോർമൂസിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. അത് സൃഷ്ടിക്കാൻ കാരണം അമേരിക്ക തുടങ്ങിയ യുദ്ധമാണ്. എന്നിട്ട് ഇതിനൊക്കെ കാരണക്കാരനായ ട്രംപ് തന്നെ ഈ പ്രശ്നം ഇറാനാണ് ഉണ്ടാക്കിയത്, അവരെ ഞാൻ ഓടിച്ചു തരാം, പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറാന് നേരെ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അമേരിക്ക തന്നെ യുദ്ധം നിർത്തിവെക്കുന്നു. എന്നിട്ട് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ചയുടെ ഉദ്ദേശം എന്താണ്? ഹോർമൂസ് തുറക്കുക എന്നുള്ളതാണ്. ആണവ വിഷയമൊന്നും ഇപ്പോൾ പരിഗണനാ വിഷയമേ അല്ല. അപ്പോൾ ഹോർമൂസ് തുറക്കാൻ വേണ്ടി ഇറാനുമായി ചർച്ചയ്ക്ക് അമേരിക്ക വിളിക്കുമ്പോൾ അതിന് മധ്യസ്ഥരായി നിയോഗിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിക്കുകയാണ് എന്തിനാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇറാനും അമേരിക്ക ചർച്ച നടത്തേണ്ട കാര്യം അമേരിക്ക എന്തിനാണ് ചർച്ച നടത്തുന്നത്? അമേരിക്ക ആരാണ്? നമുക്ക് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഒമാനെ നിയോഗിച്ച് ഒമാൻ ഈ പറയുന്ന ഇറാനുമായി ചർച്ച നടത്തും. ഇപ്പോൾ OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ 53 ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ അറബ് ലീഗ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മകളിലൊക്കെ പരസ്പരം കാണുകയും ചായ കുടിച്ച് പിരിയുകയും മന്തി കഴിച്ച് കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ. ഇതിനിടയിൽ ഒരു വലിയ സ്പ്ലിറ്റ് വരുന്നത് ഈ യുദ്ധം കൊണ്ടാണ്. അതും ഇറാൻ പറയുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, നമ്മൾ എന്തിനാണ് അമേരിക്കയെ ചുമക്കേണ്ട കാര്യം, ഇതിനെ പറഞ്ഞയച്ചാൽ പോരെ എന്നുള്ളത് ഇറാൻ കാലങ്ങളായിട്ട് ചോദിക്കുകയാണ്. അപ്പം ഇനിയും യുദ്ധം രൂക്ഷമായി ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾക്ക്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരു ഘട്ടം വന്നാൽ ഈ രാജ്യങ്ങൾ അമേരിക്കയുമായി ഇടയും. അമേരിക്കയ്ക്ക് പിന്നെ അവിടെ സൈനിക കേന്ദ്രം സ്ഥാപിക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും. ധാർമ്മികമായി അവിടെ നിൽക്കാൻ കഴിയില്ല, ഉത്തരവാദിത്വം ഉണ്ടായാലെന്നല്ല, ഒരു അവകാശം ഉണ്ടാവില്ല. അതാണ് കറക്റ്റ്. അതായത് അവിടെ ധാർമ്മികമായി ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ നൽകാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സൈനിക കേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ധാർമ്മികമായി അവിടുന്ന് പിന്മാറേണ്ടി വരും. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് സമ്മർദ്ദം അപ്പോൾ കൊടുക്കാൻ കഴിയും. ഇറാൻ ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ട് നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ രാജ്യത്തിന് ഇത്രയും വലിയ പ്രശ്നമുണ്ടായത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇനി ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല, ഇനി എന്തിനാണ് ഇവിടെ എടുത്തുകൊണ്ട് പോകും, നിങ്ങൾ ഇതുകൊണ്ട് പോയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന രീതിയിൽ അവർക്ക് നറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഭീതിജനകമായ സാഹചര്യം, അതായത് കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ പല ഭരണാധികാരികളും ഗൾഫിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി കഷ്ടപ്പെട്ട് ഈ അധിനിവേശങ്ങളൊക്കെ നടത്തി ഒരുപാട് തന്ത്രങ്ങളിലൂടെയാണ് ഈ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. അപ്പോൾ പതിറ്റാണ്ടുകളുടെ പരിശ്രമത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ ട്രംപ് ഒരു എടുത്തുചാട്ടത്തിലൂടെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു പണിയിലൂടെ
ട്രംപ് കാരണം അതെല്ലാം നഷ്ടപ്പെടുന്നു, എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും അമേരിക്കയ്ക്ക് ഉണ്ടാക്കുക. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇത് നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇറാന്റെ സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള വികാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉപരോധങ്ങളെയൊക്കെ മറികടന്ന് വളർന്ന ഒരു വളർച്ചയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ തന്ത്രപരമായിട്ടുള്ള ഇറാന്റെ വളർച്ച അതല്ലേ ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത്. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ആണവ രാജ്യമായി ഇറാൻ മാറാൻ പാടില്ല എന്ന ഇസ്രായേലിന്റെ ഒരു വാശിപ്പുറത്താണ് ഈ യുദ്ധം ഭയമായിരുന്നു. അതിനുശേഷം ഇത് അമേരിക്ക ഏറ്റെടുത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല ഇപ്പൊ കാര്യം. ഇപ്പൊ ഹോർമൂസ് ആണ്. അതായത് ഈ ആണവ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ച് അമേരിക്കയെ ഹോർമൂസിലെത്തി നിർത്തിപ്പിക്കുക എന്ന് പറയുന്നത് ഇറാന്റെ തന്ത്രപരമായ ഒരു വിജയമല്ലേ. ഇപ്പോൾ മറ്റു കാര്യം ആണവ പരീക്ഷണത്തെ കുറിച്ചായിരുന്നെങ്കിൽ പക്ഷെ നമ്മൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരു പരിധി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഹോർമൂസ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് എന്ത് ആവശ്യം, ഒരു വിദേശ ശക്തിക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് അമേരിക്കയെ തളർത്തുന്ന രീതിയിൽ നയതന്ത്രപരമായിട്ടുള്ള വളർച്ച, തന്ത്രപരമായിട്ടുള്ള വളർച്ച അതെടുത്തു പറയേണ്ടതല്ലേ. തീർച്ചയായിട്ടും ഇറാൻ തന്ത്രപരമായി തന്നെയാണ് നീങ്ങിയത്. അതായത് അമേരിക്ക ആണവ വിഷയത്തിലേക്ക് കാര്യങ്ങളെ പിച്ച് ചെയ്യാൻ ശ്രമിച്ചു. അമേരിക്ക ആണവ ഭീഷണി ഇറാൻ ഉയർത്തുന്നു, ഇറാന്റെ മിസൈലുകൾ അവർ വളർത്തുന്നു. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ പ്രശ്നം. പക്ഷേ അതിൽ നിന്ന് നേരെ ഒറ്റയടിക്ക് അപ്പം ഇതൊക്കെ അമേരിക്ക പറയുമ്പോഴും അതിന് തെളിവുകളൊന്നുമില്ല. ഇറാൻ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവ ആയുധമില്ല. അപ്പം അത് ലോകത്തിന്റെ വിഷയമല്ലത്, അത് ഈ രണ്ട് കക്ഷികളുടെ വിഷയമാണ്. പക്ഷെ പൊടുന്നനെ ഈ ഹോർമൂസിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചതോടെ, ഹോർമൂസ് അടച്ചുപൂട്ടിയതോടെ ഇത് ലോകത്തിൻ്റെ വിഷയമായി മാറ്റുകയായിരുന്നു ഇറാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ വിഷയമാണോ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത്, അതോ രണ്ടുപേര് തമ്മിലുള്ള വിഷയമാണോ? അപ്പോൾ ഇറാൻ ഹോർമൂസ് അടച്ചു, ഗൾഫ് രാജ്യങ്ങൾ കുടുങ്ങി. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും സൗഹൃദ രാഷ്ട്രങ്ങളാണ്. അവിടെ സൈനിക ആക്രമണങ്ങൾ കൂടി നടന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ട്രംപിന് കൊടുക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ ഈ സമ്മർദ്ദങ്ങൾക്കൊപ്പം തന്നെ ആയുധപരമായിട്ടും യുദ്ധം എന്ന രീതിയിലും അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നയതന്ത്രപരമായി ഈ പറയുന്ന രീതിയിലുള്ള വലിയ സമ്മർദ്ദങ്ങൾ ട്രംപിന് വരുന്നു. അല്ലാതെ യുദ്ധം എന്ന നിലയിലും കനത്ത സമ്മർദ്ദവും തിരിച്ചടിയും വരുന്നു. ഒരു തരത്തിലും ഇറാനെ വരിഞ്ഞു കെട്ടാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ യുദ്ധം പോകുന്നത് എന്ന് തോന്നലുണ്ടാക്കിപ്പിച്ച് ഇപ്പോൾ ഈ യുദ്ധം നിർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്ന് മാത്രമല്ല, ഈ ഒരു യുദ്ധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. ഇതിനി എന്തെങ്കിലും തുടരുമോ, വീണ്ടും ഉണ്ടാകുമോ, അതോ ഒരു വെടിനിർത്തൽ കരാർ വരുമോ എന്നൊക്കെ കാത്തിരുന്ന കാരണം ഒരു വശത്ത് ട്രംപാണുള്ളത്, നിലപാടുകൾക്ക് ഒരു വിലയുമില്ലാത്ത, അല്ലെങ്കിൽ പോയ കോടാലി എന്ന് ലോകം പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താണ് അടുത്ത മൊമെന്റിൽ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇറാൻ പ്രതികാരം അവസാനിപ്പിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് നേരെ ആക്രമണം വരുമ്പോഴാണ് സാധാരണ ഇറാൻ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്താൽ ഞങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ തിരിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇങ്ങോട്ടൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാം. അതേപോലെ തന്നെ ഹോർമൂസിൽ നിർണായകമായ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ചിലപ്പോൾ 2-3 ദിവസം നിശബ്ദമായിരുന്നേക്കാം. പക്ഷേ അവരുടെ പ്രതികാരം അവർ നിർത്തിയിട്ടില്ല. അതവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ പ്രതികാരം ചെയ്യും. ആ പ്രതികാരം എന്ന് പറയുന്നത് ഒരു രാജ്യത്തോടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അത് വ്യക്തികളോടാണ്. ഡൊണാൾഡ് ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു അടക്കം 13 പേരുടെ ലിസ്റ്റുമായിട്ടാണ് ഇറാൻ നടക്കുന്നത്. അതും മുജ്തബ ഖാംനെയി എന്ന അയത്തുള്ള അലി ഖാംനെയുടെ മകൻ, ഇപ്പോഴത്തെ ഇറാന്റെ പരമോന്നത നേതാവ്, പരസ്യമായി തന്നെ ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ ഒപ്പം നിൽക്കണം എന്ന് ജനതയോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രതികാരം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതും ട്രംപിനെ സംബന്ധിച്ച് വലിയ തോതിൽ അസ്വസ്ഥനാക്കപ്പെടുന്നുണ്ട്. ട്രംപിനും നെതന്യാഹുവിനും അത് വലിയ അസ്വസ്ഥതയാണ്. കാരണം ഇവർ വ്യക്തികളാണ്. ഈ വ്യക്തിപരമായിട്ടാണ് ഈ പറയുന്ന പ്രതികാരം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ വ്യക്തിയോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നാളെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് നെതന്യാഹുവും പ്രസിഡന്റ് പദത്തിൽ നിന്ന് ട്രംപും താഴെ ഇറങ്ങിയാലും ചിലപ്പോൾ ഈ പ്രതികാരം അവരെ വേട്ടയാടപ്പെടാം, അല്ലെങ്കിൽ പ്രതികാരാഗ്നി അവർക്ക് നേരെ വരാമെന്നൊരു ഭീതി അവർക്കുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നെതന്യാഹുവിന് ഈ യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തിന് താല്പര്യമൊന്നുമല്ല, വ്യക്തിപരമാണ്. അദ്ദേഹത്തിന്റെ പദവി നിലനിർത്താനും പ്രോസിക്യൂഷൻ ഒഴിവാക്കാനൊക്കെ വേണ്ടിയാണ് ഈ ഗസ മുതൽ ഇങ്ങോട്ട് ഇമാതിരി പണി മുഴുവൻ നെതന്യാഹു കാണിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ നെതന്യാഹു യുദ്ധത്തിൽ ആക്റ്റീവ് അല്ല, ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ യുദ്ധരംഗത്ത് ആശാനെ കാണുന്നില്ല. അത് ഒരു പക്ഷേ ഇറാൻ
കൂടുതൽ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു, പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ വർദ്ധിക്കുന്നു, പ്രിസിഷൻ അറ്റാക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അമേരിക്കയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയുടെ തന്നെ ഭാഗമായി നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന പോലുള്ള ഒരു ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് നടന്നാൽ വലിയ തിരിച്ചടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നെതന്യാഹുവിന് അവിടെ യുദ്ധം നടക്കുന്ന സാഹചര്യം, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. താൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴെ പോകും എന്ന തരത്തിൽ താൻ പ്രധാനമന്ത്രി പദം തനിക്ക് ലഭിച്ചില്ലെങ്കിലും തൻ്റെ മക്കളെയും ഭാര്യയൊക്കെ സംരക്ഷിക്കണം, 5 വർഷം കൂടി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു കത്തെഴുതിയതും നിയമപരമായി അത്തരം ആനുകൂല്യങ്ങൾ തേടുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് 5 വർഷം എന്നുള്ളത് അദ്ദേഹം ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷാ കാലാവധിയാണെന്നാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടായാൽ 5 വർഷം അകത്തേക്ക് പോകും. പ്രധാനമന്ത്രി പദം കൂടി പോയാൽ ഉറപ്പായും താൻ അഴിക്കുള്ളിലാകുമെന്ന ഉറപ്പ് നെതന്യാഹുവിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നെതന്യാഹു പമ്മി നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചായാലും ഇതൊരു ഘട്ടം കഴിഞ്ഞ് വ്യക്തിപരമായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ, സ്വന്തം പാർട്ടിയിലെ പ്രതിനിധികൾ ഒക്കെ ട്രംപിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ട് ഹോർമൂസ് അടഞ്ഞു കിടന്നാൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ മാർക്കറ്റിൽ എത്താതിരുന്നാൽ കൂടിയ വിലയ്ക്ക് ട്രംപിന് എണ്ണ വിൽക്കാൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതൊരു വശത്ത് നടക്കുമ്പോഴും, ആ ഒരു ബിസിനസ് നടക്കുമ്പോഴും ഒരു വ്യക്തി എന്ന നിലയിൽ ട്രംപിൻ്റെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിക്ക് ലോകത്ത് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അവഹേളനം അല്ലെങ്കിൽ അപഹാസ്യമാകുന്ന ഒരു പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വേറെ ഉണ്ടാക്കി. അപ്പൊ അതും ആ രാജ്യത്തിലെ ജനങ്ങൾക്കും അതൊരു വലിയ നാണക്കേടായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഈ സ്ട്രാറ്റജി, ഇപ്പൊ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയാൽ നിലനിൽക്കാൻ കഴിയില്ല, നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ യുദ്ധം ഇപ്പോൾ ഇവർ വാരിക്കൂട്ടി നിർത്തിയതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.